ഇന്നത്തെ NIA കോടതി വിധിയിലുള്ള അതിഥികളുടെ നിരീക്ഷണത്തിലേക്ക് പോവുകയാണ്. ആദ്യം കേണൽ ഡിന്നി, എങ്ങനെ നോക്കിക്കാണുന്നു കോടതി വിധിയെ? ശ്രീ അനിൽ, ഇതിനകത്ത് ഇന്നത്തെ ഈ ഒരു വിധിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു പേരുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഒരു റോൾ, ഓൾദോ ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും, പക്ഷെ ഇപ്പം ഈ നടക്കുന്ന സംഭവങ്ങൾ വലിയ ഒരു വഴിത്തിരിവായിട്ട് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ ടുക്കാറാം ഒമ്പാലെ അശോക് ചക്ര. അതായത് മുംബൈ പോലീസിലെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ഒരു പൂർവ്വ സൈനികനായിരുന്നു ഇന്ത്യൻ ആർമിയിൽ. എന്തുകൊണ്ടാണ് ടുക്കാറാം ജിയുടെ പേര് ഞാനിപ്പോ പറയുന്നത്? കാരണം മുംബൈ അറ്റാക്ക്, അതായത് 26 നവംബർ 2008 മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് അജ്മൽ കസബ് എന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു 10 പേരിൽ ഒരു ഭീകരവാദി ഈ ടുക്കാറാം ഒമ്പലെ സ്വന്തം ജീവൻ കൊടുത്തു, ജീവനോടെ പിടിച്ചു. അപ്പൊ ജീവനോടെ പിടിച്ചുകൊണ്ട് എന്ത് പറ്റി? 10 പേരും, ഈ 10 ഭീകരവാദികളും പാകിസ്ഥാനിൽ നിന്ന് വന്നവർ, അവർ ഹിന്ദു പേരുകൾ വെച്ച്, ഹിന്ദു ഐഡന്റിറ്റി കാർഡ് വെച്ച്, കയ്യിൽ കലാവ അല്ലെങ്കിൽ രക്ഷ കെട്ടുന്നത് പോലത്തെ ഉള്ള അത് കെട്ടി, ഒരു ഹിന്ദുക്കളാണ് വന്നത് എന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഇവരെ അയച്ചവർ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ട് തിരിച്ച് ജീവനോടെ പോത്തില്ല എന്നുള്ളൊരു ഫുൾ ഇത് വെച്ച് തന്നെയായിരുന്നു അവരിങ്ങോട്ട് അയച്ചത്. പക്ഷെ ടുക്കാറാം ഒമ്പലെ AK-47 ഫയർ ചെയ്തുകൊണ്ടിരുന്ന അജ്മൽ കസബിനെ കാറിന്റെ ഉള്ളിൽ പിടിച്ചു വലിച്ച്, ആ തോക്ക് പിടിച്ചു വലിച്ച് സ്വന്തം ജീവൻ പോയെങ്കിലും അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചു. അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചുകൊണ്ടാണ് ഇത് ഒരു ഹിന്ദു ഭീകരവാദികളല്ല, ഇത് പാകിസ്ഥാനിൽ നിന്ന് അയച്ചിട്ടുള്ള ഭീകരവാദികളുടെ ഒരു ഗ്രൂപ്പാണ് എന്ന് മനസ്സിലായി. കാരണം അവർ അതിന്റെ സെറ്റപ്പ് മൊത്തം അങ്ങനെ ആരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നടക്കുന്നത് 2008 27 നവംബറാണ്, 27 നവംബറാണ്. ഈ മാലേഗാവ് ബ്ലാസ്റ്റ് നടക്കുന്ന ഏകദേശം 59 ദിവസം മുൻപ് 29 സെപ്റ്റംബർ 2008 തന്നെയാണ് ഇതും നടക്കുന്നത്. അപ്പൊ അന്ന് ഇവിടെ നടക്കുമ്പം ഇതേ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊരു ട്വിസ്റ്റ്, അതായത് ആദ്യം അവിടെ വന്നത് അവിടെ സിമിയുടെ ഓഫീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിമിയുടെ രീതിയിലേക്കുള്ള ഒരു കാര്യമായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നെങ്കിലും പെട്ടെന്ന് തന്നെയാണ് മുംബൈ ATSന്റെ ഇടപെടൽ വരികയും അതിനെ ഒരു ഹിന്ദു ടെറർ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കാവി ടെറർ എന്നുള്ള രീതിയിലേക്ക് അത് വഴിത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജി അവർക്ക് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ സ്ട്രാറ്റജിയാണ്, അതായത് ഭാരതത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് നടന്നത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ ഹിന്ദു ടെററിസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ഭീകരവാദി അറ്റാക്കിനെ അതിനെ ഒരു ഹിന്ദു ടെറർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഈ മാലേഗാവ് ബ്ലാസ്റ്റ് തന്നെ 2 പേര് ആദ്യം അവിടെ ഈ ബ്ലാസ്റ്റ് നടന്ന സമയത്ത് ഈ ബൈക്കിൽ ബോംബ് വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് വരെ അവരാരും, ഈ മുംബൈ പോലീസ് ശരി, ATS ആയാലും ശരി, NIA ആയാലും ശരി, അവരെ പിടിക്കാനോ അവരൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. ഇപ്പോ ഈ കുറ്റവിമുക്തമായിട്ടുള്ള എല്ലാവരും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഓരോരുത്തരുടെ ഗൂഢാലോചന നോക്കൂ. ഇപ്പൊ സാധ്വി പ്രഗ്യാ സിംഗ് ആണ്, അവരും ആ ബൈക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവർ അതിന്റെ ആളുകളുമായിട്ട് ബാറ്റൊക്കെ ചെയ്തു, മീറ്റിംഗ് ചെയ്തു എന്നാണ്. അപ്പൊ ഒരു എത്ര ബാലിശമായിട്ടുള്ള ഒരു ആരോപണം നോക്കൂ. സ്വന്തം ബൈക്ക് ഒരു ബ്ലാസ്റ്റിന് വേണ്ടി കൊടുത്തിട്ട് അതിന്റെ ചേസിസ് നമ്പർ ബാക്കിയുള്ള എല്ലാം കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നമ്പർ ഒന്നും ഒരു രീതിയിലില്ലാതെ അവരെ പിടിച്ച് നേരെ ഇതാക്കായി. ഇതുപോലെ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്, അദ്ദേഹം മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിൽ ധാരാളം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് മഹാരാഷ്ട്രയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഈ സ്ലീപ്പർ സെൽസിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസറായിരുന്നു. മുംബൈ ATSന് ട്രെയിനിങ് കൊടുത്തിട്ട് ഓഫീസറായിരുന്നു. അതുപോലത്തെ ഒരു ഓഫീസറിനെ അവർ ഫ്രെയിം ചെയ്തു. അദ്ദേഹത്തിന്റെ അവരെ ഈ ഗൂഢാലോചന, അതായത് കശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത്. RDX കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അതിനെ ബോംബാക്കി മാറ്റി അതിനെ കൊടുത്തു എന്നാണ്. നോക്കൂ, എത്ര ഒരു ഹൈറ്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ്. ഇതിനൊന്നും ഒരു തെളിവില്ല, ഇതെല്ലാം ഒരു ഹിയർ. അതാണ് ഇന്ന് കോടതിയും പറഞ്ഞത്. മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നില്ലേ കേണൽ ഡിന്നി? അതെ, ഒരു മേജർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതെ, മേജർ രമേശ് ഉപാധ്യായ്. ആ മേജർ രമേശ് ഉപാധ്യായ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും സെയിം ഇതാണ്, അതായത് ഈ മീറ്റിംഗിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് 4-5 പേരും കൂടെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു സൃഷ്ടിച്ചു, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഒരു തെളിവുമില്ല. അതിനകത്ത് ഏറ്റവും ഒരു തെളിവില്ലാതെ അവരെ നേരത്തെ ശ്രീ ഗൗതം പറഞ്ഞ പോലെ വളരെ ക്രൂരമായിട്ടാണ് ഇവരുടെ അടുത്ത് പെരുമാറിയുള്ളത്. അതായത് 2008 നടന്ന സംഭവം, അന്ന് സ്റ്റേറ്റ് ഭരിച്ചത് കോൺഗ്രസ്,
സെൻട്രൽ ഭരിച്ചത് കോൺഗ്രസ്. 2011 NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ മുംബൈ ATS NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഭരിച്ചത് കോൺഗ്രസ്, സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചതും കോൺഗ്രസ്. 2014 വരെ, അതായത് 6 വർഷത്തോളം, 2008 തൊട്ട് 2014 വരെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഒരു തെളിവ് പോലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ അതിന്റെ അതാണ് ഒരു തെളിവ്. ഈ ഒരു കാര്യം ഇതൊരു ഫേക്ക് ആയിട്ട്, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു ഹിന്ദു ടെറർ വേണം എന്നുള്ള രീതിയിലേക്ക് ചെയ്യുക. ഇതിനു മുൻപ് 2008 ഈ നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു വേർഡ് ഉപയോഗിച്ചത് ശരത് പവാർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഓഗസ്റ്റ് 2008 ഒരു റാലി സംബോധിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ആദ്യമായിട്ട് ഈ ഹിന്ദു ടെറർ എന്നുള്ള വേർഡ് അദ്ദേഹം ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഒരു സംഭവം നടക്കുന്നത്, പിന്നെ മുംബൈ അറ്റാക്ക് നടന്നത്. ഇതിന്റെ കൃത്യമായിട്ട് 2009 ഇലക്ഷന് തൊട്ട് മുൻപ് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഒന്നത്. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരും കൊച്ചിലെ തൊട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീ അനിൽ. അതായത് ഒരു വര, അതിനെ നമുക്ക് ചെറുതാക്കി കാണിക്കണമെങ്കിൽ അതിന്റെ തൊട്ട് സൈഡിൽ വലിയൊരു വര വരയ്ക്കുക. അപ്പൊ ഒരു വര എന്നുള്ളത് ഇവിടെ ജിഹാദി ഭീകരവാദി നടക്കുന്ന ആ വരെ അതിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ടെറർ ഉണ്ട് എന്ന് തൊട്ടടുത്ത് വലുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ തുടക്കമായിരുന്നു. ബട്ട് അവിടെ എന്ത് പറ്റി? 2014 വരെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു തെളിവ് സൃഷ്ടിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് ആ വക്കീല് പറഞ്ഞത്. ഇത് പ്രൂഫ് കണ്ടെത്താനല്ല, പ്രൂഫ് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരും പ്രൂഫ് എവിടെ നിന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇത് പ്രൂഫ് പ്ലാന്റ് ചെയ്യാനുള്ള രീതിയിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം, 17 വർഷം കഴിഞ്ഞെങ്കിലും അതിനൊരു ഒരു സമാപ്തി എന്നുള്ള രീതിയിൽ, അതിനൊരു ധർമ്മത്തിന്റെ ഒരു വിജയം എന്നുള്ള നിലയിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും, അതായത് ഇതൊരു നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം, അതിനകത്ത് ഒരു സംശയമില്ല. അത് ഏത് മതമായാലും ശരി, ഏത് ജാതിയായാലും ശരി, ഏത് രാഷ്ട്രീയമായാലും ശരി. പക്ഷെ ഇന്നസെന്റ് ആയിട്ട്, നമ്മൾ വരുന്ന കേരളത്തിൽ തന്നെ എത്രയോ പേര് നമുക്കറിയാം ഏതൊക്കെ കേസുകൾ, ഇവിടെ പണ്ട് സ്പൈ കേസ് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നേരത്തെ ആർമിയിലൊക്കെ ഉണ്ട് സാമ്പാ സ്പൈ കേസ് എന്നൊക്കെ. അതായത് നിരപരാധിയായിട്ടുള്ള ആളുകളെ നിങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വളരെ ക്രൂരമായിട്ട് ഇന്റർഗേറ്റ് ചെയ്ത് നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. ആരാണ് ഇവരാരും ഒരു സാധാരണക്കാർ, ഇവരെല്ലാവരും വളരെയേറെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് സാധ്വി ആയാലും ശരി, അത് പുരോഹിത് ആയാലും ശരി, നേരത്തെ പറഞ്ഞ മേജർ ആയാലും ശരി. ഇപ്പൊ ഇവരെല്ലാവരും ആ രീതിയിലുള്ള ആളുകളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് ഞാൻ അതാ പറഞ്ഞത്, ആ തുക്കാറാം ഓംബലെ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റോറി ഇതുപോലെ വരത്തില്ലായിരുന്നു ശ്രീ അനിൽ. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം അവിടെയും ശ്രീ അനിലിന് നന്നായിട്ട് ഓർമ്മ കാണും, ആ മുംബൈ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ദിഗ്വിജയ് സിംഗ് RSS കി സാജിഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് റിലീസ് ചെയ്തു. അതായത് മുംബൈ അറ്റാക്ക് ചെയ്തതും RSSന്റെ ആണെന്ന് RSS കി സാജിഷ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് റിലീസ് വരെ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് അന്ന് പോയത്. അപ്പൊ നമുക്ക് നോക്കും എത്ര പ്ലാനിങ്ങോടെ, എത്ര കൃത്യതയോടെയാണ് ഈ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കിയത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കൂടെ അതിന് ചെയ്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്ത അവരുടെ ഒരു കാര്യമുണ്ട്. അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ, കമ്മ്യൂണിറ്റീസ് തമ്മിൽ അടി ഉണ്ടാക്കണമെന്ന്. അത് പെഹൽഗാമിൽ നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചതാണ് ഏറ്റവും വലിയൊരു വിഷമം.